ഏവർക്കും ചിൽഡ്രൻസ് ഹെൽപ്പ് ഡെസ്കിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളെയും പ്രതിസന്ധികളെയും എങ്ങനെ അതിജീവിക്കാം എന്നതിനെക്കുറിച്ച് ഒരു കൊച്ചു പ്രസംഗമാണ് ഇന്ന്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് ജയിച്ചവരുടെ കഥ പറയാനല്ല, മറിച്ച് വീണിടത്ത് നിന്ന് എഴുന്നേറ്റവരുടെ കഥ പറയാനാണ്. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കാനാണ് ഇഷ്ടം. എന്നാൽ പരാജയപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിലാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം ഇരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ റെസിലിയൻസ് എന്ന് വിളിക്കുന്നത്. കൂട്ടുകാരെ, നിങ്ങൾ മുളങ്കാടുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ കാറ്റും കൊടുങ്കാറ്റും വരുമ്പോൾ മുളകൾ തകർന്നു വീഴില്ല, പകരം അവ കാറ്റിനൊപ്പം വളയും. കാറ്റ് നിലയ്ക്കുമ്പോൾ അവ വീണ്ടും നിവർന്നു നിൽക്കും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. പ്രതിസന്ധികൾ വരുമ്പോൾ തകർന്നു പോകാതെ അവയെ അതിജീവിച്ച് വീണ്ടും നിവർന്നു നിൽക്കാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട്, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്. എന്നാൽ ഓർക്കുക, ലോകം കണ്ട ഏറ്റവും വലിയ വ്യക്തികളെല്ലാം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയവരാണ്. തോമസ് ആൽവ എഡിസന്റെ ലബോറട്ടറി തീപിടിച്ച് നശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്റെ തെറ്റുകളെല്ലാം കത്തിയമർന്നു, ഇനി എനിക്ക് പുതിയതായി തുടങ്ങാം എന്നാണ്. KFC സ്ഥാപിച്ച കേണൽ സാൻഡേഴ്സിനെ 1000-ലധികം തവണ ആളുകൾ നിരസിച്ചതാണ്. അവരൊന്നും തോറ്റുകൊടുത്തില്ല. ആ തോറ്റുകൊടുക്കില്ല എന്ന വാശിയാണ് റെസിലിയൻസ്. നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. നിർത്തരുത്, കീപ് മൂവിങ്. എത്ര പതുക്കെയാണെങ്കിലും മുന്നോട്ട് തന്നെ നീങ്ങുക. സഹായം തേടുക. നമുക്ക് ചുറ്റുമുള്ള നല്ല സുഹൃത്തുക്കളെയും അധ്യാപകരെയും വിശ്വസിക്കുക. അവരോട് മനസ്സ് തുറക്കുക. ആത്മവിശ്വാസം. ഇതും കടന്നുപോകും എന്ന് ഉറച്ചു വിശ്വസിക്കുക. നമ്മളെ തളർത്താൻ ഒരു പ്രശ്നത്തിനും കഴിയില്ലെന്ന് സ്വയം പറയുക. അവസാനമായി എനിക്ക് പറയാനുള്ളത് ഇതാണ്: ജീവിതം നമ്മളെ എറിഞ്ഞു വീഴ്ത്തുമ്പോൾ മലർന്നു വീഴാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേൽക്കാനും കഴിയും. തളരാത്ത മനസ്സുമായി നമുക്ക് മുന്നേറാം. നന്ദി, നമസ്കാരം.